നമ്മൾ ആ റെഡ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് നമ്മുടെ കുട്ടികളെ കൊണ്ട് എഴുതിപ്പിക്കുന്ന രീതിയാണ് സ്മോൾ ലെറ്റേഴ്സിൽ നമുക്ക് കുട്ടിയെഴുത്ത് എങ്ങനെ കുട്ടിയെ പഠിപ്പിക്കാം എന്നുള്ളതിൻ്റെ ഒരു ഈസി ആയിട്ടുള്ള മെത്തേഡാണ്. നിങ്ങൾക്കറിയാം ഇന്നത്തെ വിദ്യാഭ്യാസ രീതിയിൽ സ്മാർട്ട് ഫോൺ വളരെയധികം പങ്കുണ്ട്. കാരണം നമ്മുടെ കഴിഞ്ഞ കൊല്ലം മുതലൊക്കെ നമ്മുടെ ഈ ഒരു കോവിഡ് മഹാമാരി വന്നതിന് ശേഷം ക്ലാസ്സുകളൊക്കെ ഓൺലൈനിലേക്കായി മാറിയിട്ടുണ്ട്. അതായത് നമ്മുടെ ഇപ്പോൾ ഇൻ കേസ് അംഗനവാടി കുട്ടികൾക്ക് വരെ നമ്മുടെ ഇപ്പോൾ ഓൺലൈനിലാണ് ക്ലാസ്സുകൾ നടക്കുന്നത്. അപ്പോൾ നമ്മൾ വീട്ടിൽ അച്ഛന്മാരൊക്കെയാണ് നമ്മൾ എഴുത്ത് പഠിപ്പിക്കുന്നതും അതുപോലെ പറയാൻ പഠിപ്പിക്കുന്നതും അക്ഷരങ്ങളുടെ ഉച്ചാരണം പഠിപ്പിക്കുന്നതൊക്കെ. അപ്പോൾ ഇതിനായിട്ട് ഒരുപാട് ആപ്ലിക്കേഷനുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് നമ്മുടെ സ്മാർട്ട് ഫോണുകളിൽ. നമ്മുടെ കുട്ടികൾക്ക് വളരെ സിമ്പിളായിട്ട് എഴുത്തും അതുപോലെ മറ്റുള്ള ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കുന്ന ഒരു വെബ്സൈറ്റാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ അതിനായിട്ട് ആദ്യമായിട്ട് നമ്മുടെ ഫോണിലെ വെബ് ബ്രൗസർ ഓപ്പൺ ആക്കണം. ഇപ്പോൾ ആൻഡ്രോയിഡ് ആണെന്നുണ്ടെങ്കിൽ ക്രോം അതുപോലത്തെ വെബ് ബ്രൗസറാണ് ഉപയോഗിക്കുക. അതുപോലെ ഐഫോൺ ആണെന്നുണ്ടെങ്കിൽ സഫാരി അങ്ങനെയുള്ള വെബ് ബ്രൗസറാണ് ഉപയോഗിക്കുക. അപ്പോൾ നമ്മൾ ആൻഡ്രോയിഡിലാണ് ഇതുള്ളത്. ക്രോം നമ്മൾ ഓപ്പൺ ചെയ്യുകയാണ്. നമ്മൾ ജസ്റ്റ് നമ്മൾ ഗൂഗിൾ സെർച്ച് ചെയ്യുന്നത് തന്നെ ഗൂഗിൾ സെർച്ച് ചെയ്യാം. വളരെ സിമ്പിളായിട്ട് പി സ്കൂൾ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫസ്റ്റ് വരുന്ന ഒരു വെബ്സൈറ്റാണ് പി സ്കൂൾ, പേഴ്സണലൈസ്ഡ് സ്കൂൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെബ്സൈറ്റാണ്. ആ പി സ്കൂൾ നമുക്ക് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തെന്ന് വരുന്ന ഫസ്റ്റ് പേജിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഇങ്ങനെയുള്ളൊരു ഫൺ കോർണർ, റൈറ്റിംഗ്, സ്റ്റോറീസ്, ഗ്രാമർ, വൊക്കാബുലറി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ക്വിക്ക് മാത്ത്, ഇത്തരത്തിൽ ഒരുപാട് ചെറിയ കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ആക്ടിവിറ്റീസാണ് ഇതിലുള്ളത്. ഇതൊക്കെ ഫസ്റ്റ് ഇംഗ്ലീഷ് ലെവലാണ്. ഇനി നമുക്ക് താഴേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് വിവിധ തരം ഭാഷകളിലുള്ള കാര്യങ്ങൾ കാണാം. ഹിന്ദി ഉണ്ട് ഇവിടെ, അതുപോലെ തെലുങ്ക് ഉണ്ട്, കന്നഡ ഉണ്ട്, നമ്മുടെ മലയാളമുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് നമ്മുടെ ഭാഷയായിട്ടുള്ള മലയാളത്തിൽ തന്നെ പോകാം. മലയാളത്തിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ലിസ്റ്റായി കൊടുത്തിട്ടുണ്ട്. വൊവൽസ്, കൺസണൻസ് എന്നൊക്കെ പറഞ്ഞിട്ട്, അതായത് നമ്മുടെ സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളാണ് ആദ്യം നമ്മൾ കൊടുത്തിട്ടുള്ളത്. പിന്നെ അതുപോലെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്, നമുക്ക് അതിലേക്കൊക്കെ വരാം. അതിന് മുന്നേ നമുക്ക് ആദ്യം സ്വരാക്ഷരങ്ങളിലേക്ക് കടക്കാം, നമ്മുടെ വൊവൽസിലേക്ക്. അപ്പോൾ വൊവൽസ് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആദ്യമായിട്ട് നമുക്ക് കാണുന്നത് ഒരു റെഡ് റൗണ്ടും കാണുന്നുണ്ട്, അതുപോലെ റെഡഡ് ആയിട്ടുള്ള ഡോട്ടഡ് ലൈനും കാണുന്നുണ്ട് നമ്മുടെ ആ എന്ന് എഴുതുന്ന ആ ഒരു രീതിയിൽ. അപ്പോൾ നമ്മൾ ആ റെഡ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് നമ്മുടെ കുട്ടികളെ കൊണ്ട് എഴുതിപ്പിക്കുന്ന രീതിയാണ്. ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഈ ആ ഒരു റെഡ് ഡോട്ടഡ് ലൈനിലൂടെ നമ്മളിങ്ങനെ പോയി കഴിഞ്ഞാൽ അടുത്ത ഭാഗം ആ ഒരു നമ്മളിങ്ങനെ മൂവ് ചെയ്യുമ്പോൾ അതിൻ്റെ എങ്ങനെയാണോ അതിൻ്റെ എഴുതേണ്ട രീതി അത് ഇതിലിങ്ങനെ റെഡ് ഡോട്ടഡ് ലൈനായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ കുട്ടികൾക്ക് വളരെ സിമ്പിളായിട്ട് അതൊന്ന് ചെറുതായിട്ടൊന്ന് ട്രെയിനപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവർ തന്നെ അങ്ങനെ എഴുതിക്കോളും ആ ഒരു അക്ഷരങ്ങൾ. അപ്പോൾ അത്തരത്തിൽ നമുക്ക് ഇപ്പോൾ ഒന്ന് കഴിഞ്ഞാൽ അടുത്ത നമ്മുടെ സ്വരാക്ഷരങ്ങൾ ഓരോ അക്ഷരങ്ങൾ ഇങ്ങനെ ലൈനപ്പായി വരുന്നുണ്ട് ഇതിൽ. പിന്നെ നമുക്കിനിയിപ്പോൾ കുട്ടിക്ക് വളരെ റിസ്ക് ആയിട്ടുള്ളൊരു അക്ഷരം ഏതാണെന്ന് നമുക്ക് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. ഇവിടെ പിക്ക് എ ലെറ്റർ എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ നമ്മുടെ കുട്ടിക്ക് ഇ ആണ് വളരെ, അല്ലെങ്കിൽ വേണ്ട ഇർ ആണ് അധികം ആളുകൾക്ക് എഴുതാൻ വളരെ പ്രയാസം ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്ക് ആ കുട്ടിക്ക് നമുക്ക് ഇർ എന്ന് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ കുട്ടിക്ക് അത് തന്നെ നമുക്ക് വീണ്ടും നമുക്ക് പരിശീലിപ്പിക്കാം. വീണ്ടും നമുക്ക് പിക്ക് ലെറ്റർ കൊടുത്തിട്ട് നമുക്ക് വീണ്ടും എന്ന് പറഞ്ഞാൽ അത് നമുക്ക് വീണ്ടും നമുക്ക് എഴുതി പരിശീലിപ്പിക്കാവുന്ന ഒരു ഓപ്ഷനാണ്. സെയിം അതുപോലെ നിങ്ങൾക്ക് ഉള്ളതാണ് നമ്മുടെ വ്യഞ്ജനാക്ഷരങ്ങളടിയിൽ കൺസണൻസ്, വ്യഞ്ജനാക്ഷരങ്ങൾ നമുക്ക് വരും. കാക്ക ഗംഗ നമുക്ക് വരുന്നുണ്ട്. ഇനി നമ്മുടെ വ്യഞ്ജനാക്ഷരങ്ങൾ കഴിഞ്ഞിട്ട് നമ്മൾ ബാക്കിലോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ അടുത്തൊരു ആക്ടിവിറ്റി എന്ന് പറയുന്നത് പാർട്ട് ഓഫ് ഫേസ് എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. ഞാൻ വളരെ സിമ്പിളായിട്ട് പറയാം ഇനിയുള്ള ആക്ടിവിറ്റീസൊക്കെ, കാരണം നമ്മൾ എല്ലാം വളരെ ഇലബറേറ്ററായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ വളരെ ലെങ്തായി പോകും. അപ്പോൾ നമുക്ക് ഈ പാർട്ട് ഓഫ് ഫേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കുട്ടികൾക്ക് വായ, ചെവി, മുടി, ഇതൊക്കെ നമുക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഇതിൽ നമ്മളിപ്പോൾ വായയുടെ സ്ഥലത്ത് വായ കൊണ്ടുവച്ചാൽ മാത്രമേ ഇതിൽ ആക്സെപ്റ്റ് ചെയ്യുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് വീണ്ടും താഴേക്ക് തന്നെ പോകും. അപ്പോൾ വായ എന്ന് പറയുന്നത് വായയിലേക്ക് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അതിൽ അക്സെപ്റ്റ് ആവും. അതുപോലെ എല്ലാം നമുക്ക് അങ്ങനെയുള്ളൊരു ആക്ടിവിറ്റിയാണത്. ഇനി അടുത്ത ആക്ടിവിറ്റി എന്ന് പറയുന്നത് കംപ്ലീറ്റ് ദ വേർഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആക്ടിവിറ്റിയാണ്. നമ്മളിപ്പോൾ കാറിൻ്റെ ഒരു ഫോട്ടോ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ താഴെ നമുക്ക് കുട്ടികൾക്ക് മനസ്സിലാവും കാറാണെന്ന്. അപ്പോൾ ഇതിൽ ഉള്ള അക്ഷരങ്ങൾ ഏതാണ് നമ്മളിവിടെ പൂരിപ്പിക്കേണ്ടത് എന്നുള്ളതാണ് അടുത്തത്. നമ്മുടെ തെറ്റായിട്ട് നമ്മൾ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിലിങ്ങനെ കാണിക്കും. പിന്നെ നെക്സ്റ്റ് അടിച്ച് കഴിഞ്ഞാൽ അടുത്ത ഒരു ഫോട്ടോ കാണിക്കുന്നുണ്ട്, മയിലാണ്. അപ്പോൾ മയിൽ എന്ന് പറഞ്ഞാൽ മയിൽ. ഓക്കെ, ഇത്തരത്തിൽ കുട്ടികൾക്ക് അക്ഷരങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ആക്ടിവിറ്റിയാണ് ഇത് എന്ന് തോന്നുന്നു. ഇനി അടുത്തൊരു ആക്ടിവിറ്റി എന്ന് പറയുന്നത് മാച്ച് ദ അനിമൽസ് എന്ന് പറഞ്ഞിട്ട്, ഇവിടെ മൃഗങ്ങളുടെ മലയാള പേരിൻ്റെ ആദ്യ അക്ഷരം നമ്മൾ ജോയിൻ ചെയ്ത് കൊടുക്കാനുള്ളതാണ് ഇവിടെ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ഇത്തരത്തിൽ നമുക്കിങ്ങനെ യോജിപ്പിച്ച് കൊടുക്കുന്ന ഒരു ആക്ടിവിറ്റിയാണ്. ഇനി നമ്മൾ ബാക്കിലോട്ട് പോയി കഴിഞ്ഞാൽ അടുത്ത ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ മാച്ച് ദ ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ആക്ടിവിറ്റിയാണ്. ഇത് നമുക്ക് സെയിം അനിമൽസിൻ്റെ പോലെ തന്നെ ഇവിടെ ഫ്ലവേഴ്സിൻ്റെ ഫോട്ടോ കൊടുത്തിട്ട് ഫ്ലവേഴ്സിൻ്റെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അത് നമുക്ക് ജോയിൻ ചെയ്യിപ്പിക്കുന്ന ഒരു ആക്ടിവിറ്റിയാണ്. ഇനി നമ്മുടെ അടുത്തൊരു ആക്ടിവിറ്റി എന്ന് പറയുന്നത് ജംബിൾഡ് വേർഡ് എന്ന് പറഞ്ഞാൽ, അതായത് നമ്മുടെ ഒരു വാക്കിൻ്റെ ലെറ്റേഴ്സൊക്കെ അക്ഷരങ്ങൾ വളരെ സെപ്പറേറ്റഡ് ആയി കൊടുത്തിട്ട് അത് നമ്മൾ യോജിപ്പിക്കുന്ന
ഒരു ആക്ടിവിറ്റിയാണ് ഉരൽ. അതുപോലെ ഊഞ്ഞാൽ ഒരു നല്ലൊരു ആക്ടിവിറ്റിയാണ്. ഇനി അടുത്തൊരു ആക്ടിവിറ്റി എന്ന് പറയുന്നത് വേർഡ് സെർച്ച് എന്ന് പറയുന്ന ആക്ടിവിറ്റിയാണ്. ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആക്ടിവിറ്റീസാണ്. കുട്ടികൾക്ക് വളരെ സിമ്പിളായിട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ആക്ടിവിറ്റീസാണ് ഉള്ളത്. ഇപ്പോൾ ഇതിലൊരു ഈ ടാബിളിൽ ഒരുപാട് ലെറ്റേഴ്സ് കാണുന്നുണ്ട്. ഇതിൽ താഴത്ത് ഞായറാഴ്ച, തിങ്കളാഴ്ച എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ ഈ ടേബിളിൽ എവിടെയാണ് ഈ ഞായറാഴ്ചയും തിങ്കളാഴ്ച ഒക്കെ എഴുതിയെന്ന് കണ്ടെത്തണം. അതാണ് ഈ ഞായറാഴ്ച ഇങ്ങനെ സെലക്ട് ചെയ്യാം. സ്വൈപ്പ് ചെയ്താൽ മതി. നമുക്ക് ബുധനാഴ്ച എന്ന് പറഞ്ഞ് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ പ്രസ് ചെയ്തിട്ട് നമുക്കിങ്ങനെ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് സെലക്ട് ചെയ്യാൻ പറ്റും. ഇങ്ങനെയാണ് ഇതിൻ്റെ ഈ ഒരു ആക്ടിവിറ്റി പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ ഇതുവരെ നമ്മൾ കണ്ടത് മലയാളത്തിലുള്ള കുറച്ച് ആക്ടിവിറ്റീസാണ്. ഇനി നമ്മൾ നേരെ മുകളിലോട്ട് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം, നമ്മുടെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ കാണുന്ന ഒരു ഭാഗമാണിത്. ഫൺ കോർണർ, റൈറ്റിംഗ്, സ്റ്റോറീസ്, ഗ്രാമർ, വൊക്കാബുലറി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇതൊക്കെ കുറച്ച് ഇംഗ്ലീഷിലുള്ള ആക്ടിവിറ്റീസാണ് ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് റൈറ്റിംഗ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം ക്യാപിറ്റൽ ലെറ്റേഴ്സ്, സ്മോൾ ലെറ്റേഴ്സ്, നമ്പേഴ്സ്, കർസീവ് ലെറ്റേഴ്സ്, ക്യാപിറ്റൽ ലെറ്റേഴ്സ് എന്നൊക്കെ കാണാം. ഇത് നമുക്ക് ഓരോന്നായിട്ട് പരിശോധിക്കാം. ഇതിൽ നമ്മുടെ ക്യാപിറ്റൽ ലെറ്റേഴ്സ് നോർമൽ നമ്മുടെ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ക്യാപിറ്റൽ ലെറ്റേഴ്സ് എങ്ങനെ എഴുതുന്നത് എന്നുള്ളതിൻ്റെ രീതിയാണ് ഇവിടെ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുന്ന രീതിയാണ് ഇവിടെ ഉള്ളത്. അതുപോലെ സ്മോൾ ലെറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് സ്മോൾ ലെറ്റേഴ്സിനെ പറ്റിയിട്ടുള്ള അതിനുണ്ട്. നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നോർമൽ നമ്പേഴ്സ് ഉണ്ട്. ഇനി നമ്മുടെ കൂട്ടക്ഷരം, നമ്മുടെ കൂട്ടിയെഴുത്ത് എങ്ങനെയാണ് ഇംഗ്ലീഷിൽ ചെറിയ, അതായത് സ്മോൾ ലെറ്റേഴ്സിൽ നമുക്ക് കൂട്ടിയെഴുത്ത് എങ്ങനെ കുട്ടിയെ പഠിപ്പിക്കാം എന്നുള്ളതിൻ്റെ ഒരു ഈസി ആയിട്ടുള്ള മെത്തേഡാണ് ഇതിൽ കാണുന്നത്. ഇനി നമുക്ക് ക്യാപിറ്റൽ കർസീവ് ലെറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ക്യാപിറ്റലായിട്ട് നമ്മുടെ കൂട്ടിയെഴുത്ത് എങ്ങനെയാണ് നമ്മളെ കുട്ടിക്ക് പഠിപ്പിക്കാം എന്നുള്ളതാണ് ഇതിലുള്ളത്. ഇനി നമുക്കിവിടെ കാണാം ഹിന്ദി കോമൺ വവൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആക്ടിവിറ്റി. നമ്മുടെ ഹിന്ദി അക്ഷരമാല എഴുതി പഠിക്കാനുള്ള ഒരു ആക്ടിവിറ്റിയാണ് ഇത്. ഇനി അതുപോലെ ഹിന്ദി കോമൺ കൺസണൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കാക്ക ഗംഗ, ഹിന്ദിയിലുള്ള കാക്ക ഗംഗ വ്യഞ്ജനാക്ഷരങ്ങൾ എഴുതി പഠിക്കാനുള്ള ഒരു ആക്ടിവിറ്റിയാണ്. അത്തരത്തിൽ റൈറ്റിങ്ങിലുള്ള ആക്ടിവിറ്റീസ് ഉണ്ട്. അപ്പോൾ നമ്മൾ കണ്ടത് റൈറ്റിംഗ് എന്ന് പറഞ്ഞ കാറ്റഗറിയിലുള്ള കുറച്ച് ആക്ടിവിറ്റീസാണ്. ഇനി ഗ്രാമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലുള്ള ആക്ടിവിറ്റീസ് കുറച്ചുകൂടി മുതിർന്ന കുട്ടികൾക്കായിട്ടുള്ള ആക്ടിവിറ്റീസ് ഉണ്ട്. ഇപ്പോൾ റൈറ്റ് ആർട്ടിക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മുടെ എ ബനാനയാണോ ആൻ ബനാനയാണോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരു സംഭവങ്ങളൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്യാൻ, കുട്ടികൾക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ആക്ടിവിറ്റിയാണിത്. അതുപോലെ ബാക്കിലോട്ട് പോയി കഴിഞ്ഞാൽ ഇനി ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. ഇതെല്ലാം കുറച്ചുകൂടി മുതിർന്നവർക്കുള്ള ആക്ടിവിറ്റീസാണെന്ന് തോന്നുന്നു. കാരണം അപ്രോപ്രിയേറ്റ് വേർഡ്സ്, ഐഡൻറ്റിഫൈ ടെൻസൊക്കെ ഏതാണ്, നൗണും വെർബ്, നൗണും ഏതൊക്കെയാണ്, വെർബുകൾ ഏതൊക്കെയാണ് തരംതിരിച്ച് നമുക്കിതിൽ കൊടുക്കാൻ പറ്റുന്നതായിട്ടുള്ളൊരു ആക്ടിവിറ്റിയാണ്. അത്തരത്തിൽ നമ്മുടെ കുട്ടികൾക്ക് ഉപയോഗപ്രദമായിട്ടുള്ള നല്ല രീതിയിലുള്ള ഒരുപാട് ആക്ടിവിറ്റീസ് അടങ്ങിയിട്ടുള്ളൊരു വെബ്സൈറ്റാണിത്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും വളരെ ഉപയോഗപ്രദമായിട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതുകയാണ്. ഇതേക്കുറിച്ചുള്ള സംശയങ്ങളും ഫീഡ്ബാക്സൊക്കെ നിങ്ങൾ കമൻസിലൂടെ അറിയിക്കാവുന്നതാണ്. എനിവേ നമ്മുടെ ഈ ഒരു വീഡിയോ മറ്റുള്ളവരിലേക്ക് നിങ്ങൾ എത്തിക്കാൻ ശ്രമിക്കുക പരമാവധി. ഇത്തരത്തിലുള്ള വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന് അമർത്തി കഴിഞ്ഞാൽ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. എനിവേ താങ്ക്സ് ഫോർ വാച്ചിങ്.